എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അവിഹിത കഥയുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്താണ്. ഒരാള് ഒരു സ്ത്രീയെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് ഭർത്താവാണെന്നായിരിക്കും എന്ന് ക്വസ്റ്റ്യന്റെ സ്റ്റൈല് കണ്ടപ്പോൾ നമ്മളൊക്കെ ആദ്യം തെറ്റിദ്ധരിച്ചു. അതല്ല, ഭർത്താവല്ല, ഇയാളും അവരുടെ കാമുകൻ തന്നെ എന്നെ അല്ലെ ലിവിൻ ടൂതർ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് ഓൾറെഡി ഹസ്ബൻഡ് ഉണ്ട്, അതിലൊരു കൊച്ചുണ്ട്. അതിൽ നിന്ന് ഇവര് ഫേസ്ബുക്ക് വഴി ആയിരിക്കും എന്ന് തോന്നുന്നു. ഒരു കമന്റ് അങ്ങനെ കണ്ടു. പരിചയപ്പെട്ട് ഈ പയ്യൻ വിളിച്ചുകൊണ്ട് പോരുന്നു. ഇവിടെ വന്ന് ഒരു കുട്ടി ഉണ്ടെന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ, എന്റെ കമന്റ് ബോക്സിൽ വന്ന കാര്യമാണ്. ഒരു കുട്ടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അവിടെ നിന്ന് വീണ്ടും നിൽക്കാതെ വേറൊരാളുടെ കൂടെ പോകുന്നു. ആ പോകുന്ന ഈ പയ്യൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഈ പയ്യന് 45,000 രൂപ കിട്ടാനുണ്ട്, അതും വേണം എന്നാ പറയുന്നത്. ഇപ്പം വെച്ചിരിക്കുന്ന അഭിഹിത ബന്ധത്തിന്റെ ആള് അയാളുടെ ഭാര്യയ്ക്ക് ഇത് കുഴപ്പമില്ല, അവർക്ക് എന്തോ പ്രശ്നമുള്ളവരാന്ന് തോന്നുന്നു. അയാൾക്ക് ആ പെണ്ണിന് ഇത് കുഴപ്പമില്ല. പക്ഷെ ഈ പയ്യനിത് സഹിക്കാൻ പറ്റില്ല. കാരണം ആ പയ്യൻ ഒരിടത്ത് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് എന്തിന്റെ കുറവാ വരുത്തിയേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്റെ ആരെയും ഞാൻ എന്നെ കള്ളവടി വെക്കാൻ പറ്റുന്നോ? എൻ്റെ ഞാൻ ആരായിരുന്നു? അല്ല, ഞാൻ വേറെ കല്യാണം പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ ഇങ്ങനെ കീപ്പായിട്ട് കൊണ്ടെടുക്കുന്നത് എൻ്റെ ആരെയും ഞാൻ. അപ്പോൾ അതൊക്കെ വിട്ട് നഷ്ടം എനിക്ക് തന്നെയാണ്. എനിക്കിപ്പോൾ സമാധാനമുണ്ട്. ഇനിയെങ്കിലും എനിക്ക് അവിടെ പോകുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാനോ. എന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഓൺലൈൻ ഉണ്ട് നോക്കണം. 2 കമന്റ് ഞാൻ വായിച്ച് ചെയ്യിപ്പിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ, ഈ വീഡിയോ രണ്ടാമത്തെ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്, ഇതിന് മുന്നേ ചെയ്ത വീഡിയോ വന്ന കമന്റ് ഇവരെ അറിയാവുന്നവർ ആണോ ഇട്ടെന്നറിയില്ല. ചേച്ചി, ഇവളുടെ വീട് തൃശ്ശൂരാണ്. ഫസ്റ്റ് മാരേജ് ഒരു പെൺകുട്ടിയുണ്ട്. അവിടെ നിന്ന് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട മലപ്പുറം പാണ്ടിക്കാടുള്ള ചെക്കന്റെ കൂടെ ചാടിയതാ. അതിൽ ഒരു ആൺകുട്ടിയുണ്ട്, 4 വയസ്സ്. എന്നിട്ടാണ് ഈ പരിപാടി എന്നിങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് കമന്റ് ബോക്സിൽ കാണുന്നിടത്തുള്ളൂ ഇത് സത്യമാണോ ഇല്ലെന്നറിയില്ല. വേറൊരു കമന്റ് എനിക്ക് കണ്ടിട്ടൊരു ഇത് തോന്നിയേ, ഈ കമന്റിന്റെ ഓണർ ആരായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതായത്, ഞാൻ ആ വീഡിയോ പറഞ്ഞായിരുന്നു, ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഹസ്ബൻഡ് അല്ല, ഈ പെണ്ണിന്റെ സെറ്റപ്പാന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. ഇപ്പം ഉള്ള സെറ്റപ്പ് എന്ന്, ആ സെറ്റപ്പ് എന്ന വാക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അത് ആരായിരിക്കും എന്നുള്ളതാണ്. കമന്റ് വായിച്ച് കേൾപ്പിക്കാം. അവൻ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ചേച്ചി അങ്ങ് തീരുമാനിച്ചു. അതായത് അവൻ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ ചേച്ചി അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അതിനും തീരുമാനമായി, സന്തോഷമായി ഗോപിയേട്ട എന്ന്. ഇത് എഴുതണമെങ്കിൽ ഇങ്ങനെ ഒരു കമന്റ് സെറ്റപ്പ് ആക്കി എന്ന് പറഞ്ഞപ്പോൾ അത്രമേൽ നോവണമെങ്കിൽ ആ പയ്യൻ തന്നെയാണോ എന്ന് എനിക്കിത് കേട്ടപ്പോൾ സംശയം തോന്നി. കാരണം ആ പയ്യൻ പിന്നീട് വന്നറിഞ്ഞത് ഒളിച്ചോടി കൊണ്ടുവന്നതിലും വൈഫിനെ പോലെ തന്നെ കുട്ടിയുണ്ടായി. അങ്ങനെ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്തത് വേലിച്ചാട്ടം ചാടിയത്. അപ്പം ഇപ്പൊ ഞാൻ വന്നിരുന്ന വീഡിയോയിൽ അവൻ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞ ഒറിജിനൽ ആൾക്കാരാണ്. അവര് ആത്മാർത്ഥതയോടെയുള്ള ഇതായിരുന്നുവെങ്കിൽ അവർക്ക് ദേഷ്യം വരും. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടെ നോക്കുമ്പോൾ ഒരാളുടെ ഭാര്യയെ ചാടിച്ചുകൊണ്ട് വന്ന് താമസിപ്പിക്കുന്നൊക്കെ പറയുമ്പോൾ, കല്യാണം കഴിക്കാതെ താമസിപ്പിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ശീലിച്ച് പറയുന്ന പോലെ സെറ്റപ്പ് എന്ന് പറയും. അപ്പൊ ഈ കമന്റ് 2 വന്നിട്ടുണ്ട്. ഇനി പുതിയ വീഡിയോ കാണിക്കാം. അനുഭവിച്ചാ ചതിക്കാൻ നല്ല രസമല്ലായിരുന്നോ? അല്ലേ, നല്ല രസമല്ലായിരുന്നോ? രണ്ടാക്കും കൂടിയും അല്ലേ എന്നെ ചതിച്ചിട്ട് റൂം എടുത്തിട്ട് ഓന്റെ എങ്ങനെ ഇമ്പി കൊടുക്കാൻ നല്ല രസമല്ലായിരുന്നോ? പറയടി. ആ കൈയൊന്ന് കാണിക്ക് ക്യാമറയില് കാണട്ടെ. അനുഭവിച്ചില്ല നന്നായിട്ട്. ഇനി മേലാൽ ഒരു മനുഷ്യന് ചതിക്കാൻ നിൽക്കരുത്. സ്നേഹിച്ചിട്ട് എന്താക്കരുത്, ചതിക്കരുത്. മനസ്സിലായ? ചതിച്ചാൽ എന്താവും ഇതുപോലെ ഇരുന്ന് പിന്നെ കരിയേണ്ടി വരും. ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ട. ഓൻ എടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഓൻ പ്രശ്നമൊക്കെ മാറിയിട്ട് വീണ്ടും ഓന് എന്നെ വെട്ടാൻ വേണ്ടിയിട്ട്, എന്നെ കളിക്കാൻ വേണ്ടി കൊടുക്കും, വിളിക്കും. ഒന്ന് ആശ്വാസം നൽകും നിനക്ക് വാക്കുകളിലൂടെ. ഓക്കെ, പ്രശ്നം വരുമ്പോ മുങ്ങും. അത് കള്ളവടിയൊക്കെ അല്ല, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ വെടി വെക്കാൻ കൊടുത്ത് അങ്ങനെ ജീവിക്കുക. എനിക്കൊരു കുട്ടിയില്ലേ, 2 മക്കളില്ലേ അല്ലേ? ഒരു പെൺകുട്ടീന്റെ വാപ്പന്റെ അടുത്ത് ഒരു ആൺകുട്ടിയില്ലേ, ഒരു ആധാർ കാർഡ് പോലില്ലേന് അല്ലേ? ബാപ്പയില്ല, അമ്മയില്ല അല്ലേ? ഒരു ആധാർ കാർഡ് പോലില്ലല്ലോ. ഇവിടെ കള്ളവടി വെച്ചങ്ങാണ്ട് ജീവിക്കുക അല്ലേ? എന്നിട്ട് വാക്കുകൾ എനിക്കെന്റെ മോനാണ്. മോനിക്ക് വേണ്ടി എന്താ ചെയ്ത് മറ്റുള്ളവർക്ക് കിടന്നു കൊടുക്കുന്നോ? പറയടി, മോനിക്ക് വേണ്ടി എന്താണ് ചെയ്ത് മറ്റുള്ളവർക്ക് കിടന്നു കൊടുക്കുന്നോ? പറ, എന്റെ കുട്ടിക്ക് വേണ്ടി എന്താ ചെയ്യണ്ടേ? തുറന്ന് സംസാരിക്കടി.
നല്ല തല്ലിട്ടില്ല അല്ലേ? തല്ലണ്ട എന്നെ ശരിക്കും ഈ കാണിച്ചതിന്? തല്ലണ്ടേ? തല്ലി കൊല്ലണ്ടിയല്ലേ ഈ കാണിച്ച്? ഇന്നെ ചതിച്ചതിന്റെ വീഡിയോ കണ്ടില്ലേ? എന്റെ മുഖഭാവം ഞാൻ കണ്ടില്ല എന്നെ ചതിക്കുമ്പോള്ള? അല്ലേ? രണ്ടാളും കൂടി എന്നിട്ടില്ലേ? ഇനി മേലാൽ ചെയ്യരുത്. ഇത്ര എന്തായി? ഞാനില്ല. ഓനുണ്ടാവും. കള്ളവടി വെക്കുന്നവൻ എന്തായാലും ഉണ്ടാവും. ഓന് പോകുന്നില്ല. കള്ളവടി വെക്കാണ്. ഓൻ പോകൂല. മനസ്സിലായോ? ഓൻ എന്നെ വിട്ടു പോകൂല. ഓൻ കള്ളവടി വെച്ചു കൊടുക്കും. ഒരു പ്രശ്നം വന്നാലോ അനക്ക് എന്തെങ്കിലും കെടുപ്പിലായാലോ ഒന്നിനും ഓൻ ഉണ്ടാവില്ല. ഓനിക്ക് കള്ളവടി വെച്ചാൽ മതി. ഓക്കെ? മനസ്സിലാ? അപ്പൊ കിട്ടേണ്ടി കിട്ടിയില്ലേ? സമാധാനായില്ലേ? എല്ലാ ബന്ധവും തീർന്നില്ലേ? എന്നിട്ടും എനിക്ക് പുതിയ ഫോൺ ഞാൻ വാങ്ങിച്ചെന്ന് എന്നെ സേഫായിട്ട് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു സ്നേഹം എനിക്ക് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ ചെയ്തേന് എനിക്കൊന്നും അത് ഈ നാളെ എനിക്ക് തോന്നും ഞാൻ പൊട്ടനാണ്. എനിക്കും തോന്നും. ഓനിക്കിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഓന്റെ വൈഫിനൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്റെ കെട്ടിയും കിടന്നോട്ടെ അല്ല കൂട്ടിക്കൊണ്ട് ഓളെ കൂടെ കിടന്നോട്ടെ എനിക്ക് കുഴപ്പമില്ല പറഞ്ഞ കെട്ടിയോളാണ് ഓനിക്കുള്ളത്. ഓളെ പണ്ടല്ലേ ഉള്ള സിറ്റുവേഷൻ എങ്ങനെയാണ്? ഓക്കെ? അപ്പൊ ഓനിക്ക് അങ്ങനെ കിടന്നോടത്തി ജീവിക്കും ഇനിയുള്ള കാലം. ഓക്കെ? നിന്നെ ശല്യം ചെയ്യാനോ നിന്റെ ഭാഗത്തേക്കോ വരാൻ നിൽക്കരുത്. കേട്ടല്ലോ? പന്നതാ എനിക്ക് കിട്ടിയ ഞാൻ തിരിച്ചാ നിൽക്കണേ. നന്നായിട്ട് ഞാൻ തിരിച്ചാ നിൽക്കണേ. ഇനി എന്റെ വഴിക്ക് പോവാം. ഓക്കെ? ഓക്കെ. ആ പെൺകുട്ടി ഇടയ്ക്ക് തല പിടിക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. തലക്കെട്ട് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. കൈയുടെ ഓരോ വിരലുകളും ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പരുവായിട്ടുണ്ട്. ശരിക്ക് പെരുമാറിയിട്ടുണ്ട്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ വന്നിട്ട് പെരുമാറിയിട്ട് സോഷ്യൽ മീഡിയ ഇട്ടിരിക്കുകയാണ്. നിയമം കയ്യിലെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒട്ടുമുക്കാൽ പേരും ഇട്ട കമന്റ് എന്താണെന്ന് ചോദിച്ചാൽ ചതിച്ചു, ഓൾറെഡി ചതിച്ചു, ശരിയാണ്, വലിയ തെറ്റാണ് ചെയ്ത്, പക്ഷെ വേണ്ട എന്നങ്ങ് വെച്ചാൽ മതി, എന്തിനാണ് ഇത്ര ഉപദ്രവിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ മാസം നമ്മൾ ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് ഓർക്കുന്നുണ്ടോ? വാടകയ്ക്ക് താമസിക്കുന്നതാണ്, മുസ്ലിം ഹിന്ദുവാണ്, അവർ തമ്മിൽ സ്നേഹിച്ച് വർഷങ്ങൾക്ക് മുന്നേ കല്യാണം കഴിച്ച് 3 പിള്ളേരും ഉണ്ട്. അയാൾക്കത് നമ്മൾ വളരെ വൈറലായ ഒരു ഇതായിരുന്നു. എന്നിട്ടോ അവസാനം ഓരോരുത്തരുടെ കൂടെ ആ പെണ്ണിങ്ങനെ ഒളിച്ചു ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇയാൾ കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലാവും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാമുകം വെളിയിൽ നിൽക്കുകയാണ്. വെളുപ്പാങ്കാലത്ത് ഇയാള് ഹസ്ബൻഡ് വെറും സാധുവായ മനുഷ്യനാണ്, അവരെ കൊന്നു. ആ കഥ അന്ന് വാർത്തയായിട്ടില്ല വന്ന് എല്ലാവരും വീഡിയോ ഇട്ട് ഓരോരോ രീതി പറഞ്ഞാണ്. മക്കൾ അവസാനം വന്ന് ഇതിൽ പറയും, നിങ്ങൾ ഓർക്കുന്നില്ലേ? മക്കളാണ്, മകൾക്ക് 10-18 വയസ്സായി, ആ കൊച്ചാണ്, അമ്മയാണ് തെറ്റ് എന്നും പറഞ്ഞ് ഹരീന്നോ എന്തോ പറയുന്ന ഒരുത്തൻ വെളിയെ കാവൽ നിൽക്കുക. അപ്പൊ ഇനി പോകണ്ടെന്ന് പറഞ്ഞ് അയാൾ ലാസ്റ്റ് ചെയ്തു. നമുക്കിവിടെ ഈ പയ്യൻ ഈ പെണ്ണിനെ ഉപദ്രവിച്ചതിന് 1% പോലും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അത് വേണ്ട, അത് പറഞ്ഞു വേണ്ട. അത് നമ്മൾ പറയുന്നത് നമ്മൾ തേർഡ് പേഴ്സൺ ആണ്, നമ്മൾ മൂന്നാമതൊരു വ്യക്തിയായിട്ട് നിന്ന് നമുക്ക് പുറമേ നിന്ന് പറയാം. ഈ പയ്യനെ ഇപ്പൊ വിവേകത്തെക്കാട്ട് ഉപരി വികാരമാണ് നിയന്ത്രിക്കുന്നത്. അതായത് അവനെ ചതിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവന് പിന്നെ കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അവൻ. അതാണ് കാണിക്കുക, നല്ല കിട്ടിയില്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവനെ ചതിച്ചതിന്റെയാണ്, ചതിച്ച് മറ്റവന്റെ കൂടെ പോയതിനെയാണ്. പക്ഷെ ഇവര് രണ്ടുപേരും ഓർക്കാത്തൊരു കാര്യമില്ലേ? ആദ്യ ഹസ്ബൻഡിനെ ഇവര് രണ്ടുപേരൂടെ കൂടി ചതിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതല്ലേ? അപ്പൊ ഇതേ മനോവേദന ആ മനുഷ്യൻ അന്ന് അനുഭവിച്ചിട്ടില്ലേ? ഈ പയ്യൻ ഇപ്പൊ അനുഭവിക്കുന്ന അതേ വേദന. കാരണം ഇവര് ഒളിച്ചോടുന്നതിന് മുന്നേ, ഫേസ്ബുക്കിൽ നിന്ന് പരിചയപ്പെട്ടാണോ നമുക്കറിയില്ല, അങ്ങനെ ഒരു കമന്റ് കണ്ടു. ഇവരും ഒളിച്ചോടുന്നതിന് മുന്നേ ഇവൻ ഇപ്പൊ ഉപയോഗിച്ച ഭാഷയുണ്ടല്ലോ കള്ളവടി, ഇത് തന്നെ വെച്ചിട്ടായിരിക്കുമല്ലോ ഇവരും പോരുന്നേ. അല്ലാതെ ഒരിക്കൽ പോലും ചാറ്റ് മാത്രം ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പോകുന്നതായിരിക്കില്ല. അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഹസ്ബൻഡിനെ പറ്റിച്ച് എപ്പോഴേലും ഒക്കെ വെളിയിൽ ഇറങ്ങി വന്ന് അതൊരു ശീലമായി പുള്ളിക്കാരത്തേക്ക്. അങ്ങനെ ഇറങ്ങി വന്ന് ഇവന്റെ കൂടെ പോന്നു. അപ്പൊ ആ ഹസ്ബൻഡോ ഇവര് കൂടുതലും മിടുക്കനായതുകൊണ്ട് ഒരുപക്ഷെ ആ ഹസ്ബൻഡ് ഇവരുടെ ഈ പരിപാടിയൊന്നും അറിഞ്ഞു കാണില്ല, ലാസ്റ്റ് പോരുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ എന്നാലും അയാളും ഹൃദയം തകർന്ന് നിന്നിട്ടുണ്ടാവില്ല. ആ അവസ്ഥയിലൂടെയാണ് ഈ പയ്യൻ ഇപ്പൊ കടന്നു പോകുന്നത്. നമ്മൾ പറയുമ്പോൾ മോശമായിട്ടൊന്നും, പക്ഷെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളതാണ് ഈ കാണുന്നത്. അവിടുന്ന് ചാടിച്ചുകൊണ്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ചാടിച്ചിരിച്ചോർ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഈ പറയുന്ന പോലെ ഇപ്പൊ ആ പെണ്ണിന്റെ മുഖവും അതിന്റെ ഇരിപ്പും ഇതെല്ലാം കണ്ടാൽ നമുക്ക് സഹതാപം തന്നെയാണ്. ഇത് ആ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ എന്തേലും ഹോർമോൺ തകരാറായിരിക്കാം. ഇങ്ങനെ ഒരാൾ കഴിയുമ്പോൾ ഒരാളെ ഒരു തേച്ചുകുളി എന്ന് പഴയ ആൾക്കാർ പറയും, ഇതൊക്കെ ഒരു തേച്ചുകുളി പോലെയുള്ളത്, അങ്ങനെയുള്ള സ്ത്രീകളുണ്ടെന്ന് പറയുന്ന കേൾക്കാം. അതുപോലെ കരുതുന്ന ചില സ്ത്രീകളുണ്ട്, അങ്ങനെ ആയിരിക്കാം. ഇത് ആരുടെ കുറ്റമാണ്? ഈ പെണ്ണിന്റെ ക്യാരക്ടർ ഇതാണോ? ഞാൻ വിളിച്ചോ പോകുന്ന പോലെ ഇത് ഇങ്ങനെ പോവോ? ഇതൊക്കെ മനസ്സിലാക്കണമായിരുന്നു നേരത്തെ തന്നെ. മനസ്സിലാക്കാതെ ഇപ്പൊ ഇരുന്ന് തല്ലിച്ചതച്ചിട്ട് കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സ്വമേധയാ കേസെടുക്കാൻ വനിതാ കമ്മീഷനൊക്കെ, കാരണം അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ അവര് സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. എന്നിട്ട് ആ പെണ്ണിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അപമാനിക്കുക, അതായത് കൊല്ലാതെ കൊല്ലുന്നതെല്ലാം ചെയ്തു.
നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചു പെട്രോൾ ഒഴിച്ചു എന്നൊക്കെ അതിന് പകരം കൊല്ലാതെ അങ്ങ് കൊല്ലുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഇട്ട് മുഖം ഉൾപ്പെടെ കാണിച്ചും ക്വസ്റ്റ്യൻ ചെയ്തും വിറച്ചാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ ആ പയ്യന് ആരും അവകാശം കൊടുത്തിട്ടില്ല. നമുക്കൊരു ജീവൻ ഉണ്ടെന്ന് കരുതി ആ ജീവൻ വെച്ച് മറ്റൊരാളുടെ ജീവൻ എടുക്കാനുള്ള ഇതൊന്നുമില്ല. അതുപോലെ തന്നെ അവനവൻ ചെയ്ത തെറ്റിന്റെ ആ വ്യാപ്തി മനസ്സിലാക്കുക. ഇപ്പൊ ഇവരുടെ ഇടയിൽ നിൽക്കുന്ന ഫൈസല അവൻ ഉണ്ടല്ലോ ഒരു കാമുകൻ, അവൻ എന്താണോ ഇപ്പൊ ഈ പയ്യനോട് ചെയ്ത് അത് തന്നെയല്ല ഈ പയ്യൻ നേരത്തെ ഈ പെണ്ണിന്റെ ഭർത്താവിനോട് ചെയ്തത്. അപ്പൊ കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് മനസ്സിലാക്കി പക്വതയോടെ ചിന്തിച്ച് പോകും. പിന്നെ ഈ 45,000 രൂപയുടെ കണക്ക് പറയുന്നുണ്ട്. അതും ഒരു എച്ചിത്തരമല്ലേ. ഇവൾ എത്രയോ വർഷം ഇപ്പൊ ഇവന്റെ കൊച്ചുണ്ടോന്നറിയില്ല, ഉണ്ടെന്ന് കമന്റ് ബോക്സിൽ കാണുന്നു, ഇനി ഇല്ലേലും ഉണ്ടേലും ഇവൾ എത്രയോ വർഷം ഇവന്റെ ഭക്ഷണം ഇവന് വെച്ചു കൊടുത്ത് ഇവന്റെ വസ്ത്രങ്ങളൊക്കെ ഇവന്റെ കൂടെ കിടക്ക പങ്കിട്ട് കഴിഞ്ഞില്ലേ, ഭാര്യ പോലെ കഴിഞ്ഞില്ലേ. അന്നേരം അവൾക്കൊരു 45,000 രൂപയുടെ ചെലവ് വന്നത് തിരിച്ചു ചോദിക്കുന്ന എന്ത് ന്യായമാണ്? ഒരു ഫോൺ മേടിച്ചു കൊടുത്തത് എന്ത് ന്യായത്തിന്റെ പുറത്താണ് കൊടുത്ത? കഴിഞ്ഞ വീഡിയോയിൽ ഈ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, അങ്ങനെ റൂമൊന്നും എടുത്തില്ല, ഞങ്ങൾ കുറെ സംസാരിക്കാനും യാത്ര പോകാനും വേണ്ടി അവനോട് കൂട്ടുകൂടിയതാണ്. ശരിക്കും ഇങ്ങനെ ഈ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു മൈൻഡില്ലേ, ഒരാളിൽ ഒതുങ്ങാതെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ചില സ്ത്രീകൾ, ആ ഒരു ക്യാരക്ടറാന്ന് തോന്നുന്നു. ഇപ്പൊ ഏതായാലും അടി കൊണ്ട് മൂട്ടയുരുളാന്ന് നമ്മൾ കേട്ടിട്ടുള്ള അത്ര അടി കൊടുത്തിട്ടുണ്ട്. അതൊരിക്കലും ശരിയാണെന്ന് മൂന്നാമതൊരു വ്യക്തി എന്നുള്ള രീതി പറയില്ല. ഇവിടെ ഇപ്പം ആ വഞ്ചിക്കപ്പെട്ട വ്യക്തിയുടെ മനസ്ഥിതി എന്താണോ ആ മനസ്ഥിതിയിൽ നിന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അത് പറയുന്നത് ശരിയാവില്ല അങ്ങനെ. പക്ഷെ വഞ്ചിച്ചു എന്ന് അല്ലെങ്കിൽ ഞാനൊരു പൊട്ടനായി പോവില്ല എന്ന് ആ ചെറുക്കൻ പറയുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഈ പയ്യൻ പറയുന്നുണ്ട്, ഒന്നും ചെയ്യാതെ അവന്റെ കൂടെ അങ്ങ് വിടുക അല്ലെ ഉപേക്ഷിച്ച് പോവുക ചെയ്താൽ എന്നെ വഞ്ചിച്ച് അപ്പൊ ഇത്രയിലൊക്കെ ചെയ്യണ്ടേ എന്നുള്ളതാണ്. അതിന്റെ തലയിലൊക്കെ എന്തൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പറയാൻ മൂന്നാമതൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഉപദ്രവിക്കാനുള്ള അവകാശമൊന്നും ആർക്കുമില്ല. അങ്ങനെ എല്ലാവരും നിയമം കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ലോ. നിയമത്തിന്റെ സഹായത്തോടെ കല്യാണം ഒന്നും കഴിക്കാതെ ഇങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച സ്ഥിതിക്ക് ഇത്രയും ചതി ചെയ്യുമ്പോൾ ഓക്കെ ബൈ പറഞ്ഞു പിരിയുക, അത്ര തന്നെ. അതാണ് നല്ലത്. അവളുടെ ഇഷ്ടത്തിന് വിടുക. കുറെ നാൾ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചാട്ടക്കാരൊക്കെ എവിടെ എത്തുമെന്ന് നമുക്കറിയാം. ചാട്ടമൊക്കെ നിന്ന് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലുമൊക്കെ ആയിക്കോളും. ആരും കാണത്തില്ല, സ്വന്തം മക്കൾ പോലും കാണത്തില്ല. അങ്ങനത്തെ അവസ്ഥ ഈ ചാട്ടക്കാർക്കുള്ളത്. അതുകൊണ്ട് എല്ലാവരും കമന്റ് ബോക്സിൽ പറഞ്ഞ അതേ അഭിപ്രായം തന്നെ എനിക്കും. അതിന്റെ ഇരിപ്പും അതിന്റെ ആ രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ചെയ്തത് തെറ്റാണെങ്കിലും ഒരു സങ്കടം വരും. അല്ല ഇപ്പൊ സ്ത്രീയായ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും കാണുന്നവരുടെ കൂടെ എല്ലാം ഒളിച്ചോടുന്നതിനെല്ലാം സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അതല്ല, ദേഹോപദ്രവം ഏൽപ്പിക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത് തന്നെയാണ്. നല്ലപോലെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അപമാനിക്കുകയോ ഇനി വേണ്ട സോഷ്യൽ മീഡിയ ഇട്ടാൽ പോലും പ്രശ്നമില്ല. പക്ഷേങ്കിൽ ഇതുപോലെ ഉപദ്രവിക്കാൻ പാടില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.